നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യുന്ന റീഡിംഗ് നിങ്ങളുടെ ലോ കോൺടാക്റ്റിലിരിക്കുന്ന ആളുകളുടെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണ്? അവരിങ്ങനെ മൈൻഡ് ഗെയിംസ് കളിക്കുന്നോ അതോ അവർ കാര്യമായിട്ട് നിങ്ങളോട് ലോ കോൺടാക്റ്റിൽ വന്നാണോ, തിരിച്ചു വരുമോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ റെസൊനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക, ഫോഴ്സ് ചെയ്ത് റെസൊനേറ്റ് ചെയ്യിപ്പിക്കരുത്. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കളേഴ്സ് ബ്ലൂ, റെഡ്, യെല്ലോ. ഈ 3 കളേഴ്സാണ്. ബ്ലൂ, റെഡ്, യെല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഓറക്കിൾ മെസ്സേജ് നോക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നോക്കാൻ പോകുന്നത് അവരുടെ ഓവറോൾ എനർജി എന്താണ്, അവരുടെ ജനറൽ എനർജി എന്താണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. ഫീലിങ്സ് കാണുമ്പോഴേ നമുക്ക് ഏകദേശം അവരുടെ ഉദ്ദേശം മനസ്സിലാവും. എന്നാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ് ഞാൻ ആദ്യം പോകാൻ പോകുന്നത്. ഓറക്കിൾ മെസ്സേജ് നോക്കാം നമുക്ക്. രുദ്രമന്ത്രം ജപിക്കണം എന്നാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യസാധ്യത്തിന് ഇരിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് ജപിക്കുക കേട്ടോ. 108 പ്രാവശ്യം. അത് രുദ്രാക്ഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ജപമാല എടുത്തിട്ട് 108 പ്രാവശ്യം ജപിക്കേണ്ടി വരും. ഹിന്ദുക്കൾ, ക്രിസ്ത്യൻസും മുസ്ലിംസും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക. മീൻസ് ഭയങ്കരമായിട്ട് ഭക്തിയോടുകൂടെ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥതയോടെ. കാര്യം നടക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഓവറോൾ എനർജി നോക്കാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഈ പേഴ്സൺ നല്ല പണമുള്ള ആളാണ്. ഒരു ജോലിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, ചെയ്യുന്ന ജോലി ഭയങ്കര പാഷനറ്റായിട്ട് ചെയ്യുന്ന, ഇഷ്ടംപോലെ പണം ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ, നിങ്ങളോട് ലോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന ആൾ. അവരുടെ ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഇൻവെസ്റ്റഡ് ആണ് അവർ. ലോങ് ടേം ഇവർ ഭയങ്കര എർത്ത് സൈൻ ആയിരിക്കും ചിലപ്പോൾ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആവണം എന്നില്ല. ഈ സൈൻ, ഈ സോഡിയാക് സൈൻ സ്ട്രോങ് ആയിരിക്കും അവരുടെ ബർത്ത് ചാർട്ടിൽ. അപ്പോൾ ഇവർ ഭയങ്കര എന്തെങ്കിലും തിരിച്ച് കിട്ടും എന്നറിഞ്ഞാലും മാത്രമേ അവരൊരു സിറ്റുവേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അവർക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, സ്നേഹം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പണം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ആളുകളാണ്. അപ്പോൾ അവർ റിട്ടേൺസിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾക്ക് റിട്ടേണിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിരിക്കണം. റിസൾട്ട്സ് കിട്ടാൻ വേണ്ടി അവർ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി അത് ഇവരുടെ ഓവറോൾ എനർജിയാണ് കേട്ടോ. അത് നിങ്ങളെ സംബന്ധിക്കണം ആവണം എന്നില്ല. എന്തോ ഒരു കാര്യത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് റിട്ടേൺസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഫാർമർ ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇടുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കാം. ഓക്കെ, നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം.
ദീർഘവീക്ഷണമുള്ള ആൾക്കാരാണ്. അപ്പം ആരെങ്കിലും എടുത്തോ പിടിച്ചോ എന്ന് ഇവരോട് പ്രപ്പോസ് ചെയ്തവരെ ആക്സെപ്റ്റ് ചെയ്യില്ല. അവരെല്ലാ കാര്യവും ആലോചിച്ച് എല്ലാ വഴിയും നോക്കിയതിന് ശേഷം മാത്രമേ അവർ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇവർ ഹാർഡ് ബ്രോക്കൺ ആണ് എന്തോ ഒരു കാര്യത്തിൽ. 3 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട് ഇവിടെ. 3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ റിയൂണിയൻ, ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഫ്രണ്ട്സ് ആരോ ഇവർക്ക് പണി കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാളായിട്ടായിരുന്നോ, നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നോ? ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് കാണിക്കുന്നത്. ഇവരിപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആണ്. 3 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. അത് തേർഡ് പാർട്ടി ആയിരിക്കാം. ഇവരുടെ ലൈഫിലുണ്ടായിരുന്ന ആൾ ഒരു തേർഡ് പാർട്ടി കണക്ഷനിൽ കൊടുത്തായിട്ട് ഇവർക്ക് ചിലപ്പോൾ ഇത് എന്താ പറയുക, ഹാർട്ട് ബ്രേക്ക് ആയതായിരിക്കാം ഇവർ. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 3 ഓഫ് കപ്സ് കാണിക്കുന്നത്? 3 ഓഫ് കപ്സ് എന്താണ്? ഹെർമിറ്റ്, വെർഗോ സോഡിയാക് സൈൻ ആണ്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ വെർഗോ ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണിൻ്റെ ലൈഫിലുണ്ടായിരുന്ന ആൾ വെർഗോ ആയിരിക്കാം. പേഴ്സൺ ഭയങ്കര ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത് കേട്ടോ. ആദ്യം ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടായെങ്കിലും അവരിൽ നിന്ന് പണി കിട്ടിയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അധികം ആരോടും സംസാരിക്കുന്നില്ല. ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ സിറ്റുവേഷൻ എന്താണ്? ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് കർമ്മ എന്ന് വരും, കർമ്മഫലം എന്ന് വരും. ഓക്കെ, ജസ്റ്റിസും കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ മെച്ചുവേർഡായ, ഇമോഷണലി മെച്ചുവേർഡായ ഒരു എനർജിയാണ്. പിന്നെ സ്പീഡ്. അപ്പോൾ എന്തോ ഒരു കാര്യം ഈ പേഴ്സണിൻ്റെ ലൈഫിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്തോ അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്തോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ പണി കിട്ടിയതാണ്. ഫ്രണ്ട്സിൻ്റെ വഴിക്കായിരിക്കാം. എന്തായാലും ഇവിടെ ഈ പേഴ്സൺ ജസ്റ്റിസ് കാർഡ് എന്ന് വെച്ചാൽ കർമ്മമാവാം, ഫെയർനെസ്, എല്ലാ കാര്യത്തിലെയും വളരെ ഫെയർ ആയിട്ട് ഡീൽ ചെയ്യുന്ന ആളായിരിക്കാം. അല്ലെങ്കിൽ ഈ പേഴ്സണ് കർമ്മഫലം കിട്ടുന്നുണ്ടാവാം. ഇമോഷണലി ബാലൻസ്ഡ് ആയ, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ്. ഭയങ്കര സീക്രറ്റീവാണ്. പണം ഉണ്ടാക്കാൻ അത്ര വലിയ കഴിവൊന്നും ഇല്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ 8 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തോ വ്യത്യാസങ്ങൾ, ഈ പേഴ്സണിൻ്റെ ലൈഫിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് എന്തൊക്കെയോ ചേഞ്ചസ് ഈ പേഴ്സണിൻ്റെ ലൈഫിൽ വരുന്നുണ്ട്. എന്തോ പെട്ടെന്ന് സംസാരിക്കുക എന്ന് വെച്ചാൽ കാര്യങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടി വരുന്നു, എന്തോ തീരുമാനമെടുക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. നമുക്ക് എന്തായാലും ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ജസ്റ്റിസ് കാർഡിനെ ക്ലാരിഫൈ ചെയ്യുന്നത് മദർ ഓഫ് വാണ്ട്സ് ആണ്. മദർ ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ ശരി, നമ്മൾ തേർഡ് പാർട്ടി ടാരോ റീഡിങ്ങിൽ തേർഡ് പാർട്ടി എനർജി ആയിട്ട് എടുക്കും. ഇത് വളരെ സ്ട്രോങ് ആയ ഒരു ക്യാരക്ടറാണ്, വളരെ ലൈവ്ലി ആണ്, വളരെ ഫ്രണ്ട്ലി ആണ്, എല്ലാവരോടും കുറച്ച് ഫ്ലോട്ടിഷ് ആണ്, ഒരു പ്ലെയർ എനർജിയാണ്. പിന്നെ അപ്പോൾ ഇതാണ് ഈ പേഴ്സണ് പണി കൊടുത്ത എനർജി കേട്ടോ. അപ്പോൾ ഇത് വളരെ കോൺഫിഡൻ്റ് ആണ്, ഒരു ബിസിനസ് ഓണർ ആയിരിക്കാം. അപ്പോൾ ഇവരുടെ ബിസിനസ്സിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലേക്കായിരിക്കും പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്തത്. എന്തായാലും ഇവിടെ ഒരു കർമ്മഫലം കിട്ടിയ പോലെ ഇതൊരു ചിലപ്പോൾ ഒരു മാരേജ് ആയിട്ടുണ്ടാവാം പേഴ്സണൽ ലൈഫിൽ. അപ്പോൾ എന്തായാലും പക്ഷേ ഈ പേഴ്സൺ ഈ സിറ്റുവേഷനെ വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഡിവോഴ്സ് നടക്കുന്നുണ്ടോ അതോ ഒരു മാരേജ് ആണോ നടന്നിരിക്കുന്നത്? എന്തായാലും ഒരു ഡിവോഴ്സ് നടക്കുന്നുണ്ടോ എന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ അങ്ങനെ ഈ ഒരു മദർ ഓഫ് വാണ്ട്സിനൊക്കെ ക്വീൻ ഓഫ് വാണ്ട്സിന് അധികം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ക്യാരക്ടർ അല്ല. കാരണം അവർക്ക് പെട്ടെന്ന് ബോറടിക്കും. അതുപോലെ തന്നെയാണ് കിങ് ഓഫ് കപ്സും, പെട്ടെന്ന് ബോറടിക്കുന്ന ക്യാരക്ടേഴ്സാണ് ഇവരെല്ലാം. അപ്പോൾ ഇവിടെ ഒരു കർമ്മഫലം, ജഡ്ജ്മെൻ്റ് ആണ്, കർമ്മഫലം കാണിക്കുന്നുണ്ട്. അപ്പോൾ കർമ്മഫലം എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളോട് എന്താണ് ചെയ്തത് അതാണ് ഈ പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. പേജ് ഓഫ് കപ്സ്, ഈ പേഴ്സൺ ഭയങ്കര ഇമ്മച്ചുവേർഡ് എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത് ഈ പേഴ്സൺ. അപ്പോൾ ഇവർ ഈ നിങ്ങളുടെ പേഴ്സണേക്കാളും വളരെ മെച്ചുവേർഡായ ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ ഒരു ഇമ്മച്ചുവർ എനർജിയാണ്. പേജ് ഓഫ് കപ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ക്ഷമ പറയാൻ റെഡിയായ ഒരു പേജ് ഓഫ് കപ്സ്. അപ്പോൾ 2 ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നത്. 2 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല പേഴ്സൺ. ഈ റിലേഷൻഷിപ്പ് ഡിവോഴ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണോ അതോ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ലൈഫിലെ എനർജിയാണോ ഇതെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് എന്തായാലും ഒരു ഡിവോഴ്സ് കേസിൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല നിങ്ങളുടെ പേഴ്സൺ. കാരണം ഇവിടുന്ന് മൂവ് ഓൺ, ഇത് 2 റെസിസ്റ്റൻസ് കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഈ പേഴ്സൺ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്.
അപ്പം നിങ്ങളിൽ നിന്നാണ് ഇപ്പം നോ കോൺടാക്റ്റിൽ, ഇപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ആണ്, ഇപ്പം നിങ്ങളുമായിട്ടുള്ള നോ കോൺടാക്റ്റ് ആണ്, ഈ എനർജി നിങ്ങളാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല. ഈ പേഴ്സൺ കേട്ടോ, ഹാർട്ട് ബ്രോക്കൺ ആണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നമുക്കിപ്പോൾ അറിയാൻ പറ്റും ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും നിങ്ങളുടെ എനർജി ആണോ അല്ലയോ എന്ന്. നമുക്ക് കിട്ടിയിരിക്കുന്നത് മെജിഷ്യനും ഏസ് ഓഫ് വാൻഡ്സും ചാരിയറ്റുമാണ്. ഓക്കെ, മെജിഷ്യൻ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്യാൻ. ഈ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ്, അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കും. നിങ്ങളായിട്ട് വഴക്കിട്ടു, ചിലപ്പോൾ ഡിവോഴ്സ് നടന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ ഡിവോഴ്സിൻ്റെ പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ടാവാം. ഈ പേഴ്സൺ പക്ഷെ നിങ്ങളോട് ക്ഷമ പറഞ്ഞിട്ടില്ല, ക്ഷമ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്നറിയില്ല എനിക്ക്. എന്തായാലും ഒരു കർമ്മഫലം അനുഭവിക്കുന്ന പോലെയാണ് ഈ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒറ്റപ്പെട്ട പോലെയാണ് ഈ പേഴ്സൺ ജീവിക്കുന്നത്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ പേഴ്സൺ. നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് ഈ പേഴ്സൻ്റെ. മജിഷ്യനാണ് കാണുന്നത്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ മജിഷ്യൻ തന്നെയാണ് തിരിച്ചു വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യണം, പക്ഷെ കള്ളത്തരത്തിൽ കൂടെ, നേരായ വഴി കൂടെ അല്ല. അപ്പോൾ ഈ പേഴ്സൺ ഈഗോ ഉള്ള ആളാണ്. ഒരിക്കലും നിങ്ങളോട് ക്ഷമ പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ 2 ഓഫ് വാൻഡ്സ് ആണ്. 2 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട്, കൊളാബറേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് വാൻഡ്സിനാണ് ഈ 3 ഓഫ്. അപ്പോൾ നിങ്ങളുമായിട്ടൊരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് തുടങ്ങണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കുതിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എയർ ഓഫ് ആൻഡ് റീമാരേജ്, നിങ്ങൾ ഡിവോഴ്സ്ഡ് ആണെങ്കിൽ രണ്ടാമത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുള്ളപ്പോഴായിരുന്നു ഈ പേഴ്സൻ്റെ ലൈഫിൽ ലക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര അൺലക്കിയാണ് ഈ പേഴ്സൺ, ഭയങ്കര പ്രശ്നങ്ങളാണ്. ലക്ക് ഇപ്പോൾ ഒട്ടും ലക്കില്ല ഈ പേഴ്സണ്. അപ്പോൾ ഇത് നിങ്ങളാണ് ഈ പേഴ്സൻ്റെ ഡെസ്റ്റിനി എന്നാണ് ഈ പേഴ്സൻ്റെ വിശ്വാസം. എങ്ങനെയെങ്കിലും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം, അതിനാണ് മാനിഫെസ്റ്റേഷനൊക്കെ നോക്കുന്നത്. ചിലപ്പോൾ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ബ്ലാക്ക് മാജിക്കും ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സണ് ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? ഇവിടെ ഏസ് ഓഫ് കപ്സ് കണ്ടില്ല നമ്മൾ. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ലവ് ആണ് കാണിക്കുന്നത്. ഇവിടെ 3 ഓഫ് ഇവിടെ കപ്സ് അധികം കാണിക്കുന്നില്ല. ഇവിടെ 3 ഓഫ് കപ്സ് കാണിക്കുന്നില്ല, അത് ഫ്രണ്ട്ഷിപ്പാണ്. അല്ലാതെ വേറെ നിങ്ങളോട് സ്നേഹമുള്ളതായിട്ട് കാണിക്കുന്നില്ല. മനസ്സിലാണല്ലോ? അതാണ് എനിക്കൊരു ഡൗട്ട് അടിച്ചു. പേഴ്സണ് ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? പേഴ്സണ് ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? പേഴ്സണ് ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? ഒരു ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത്, ഒരു റിസ്ക് എടുക്കുക, അതോ നിങ്ങളെ ഫൂളാക്കുക എന്നാണോ? നിങ്ങളെ ഫൂളാക്കാനാണോ പേഴ്സൺ ആഗ്രഹിക്കുന്നത്? ഒരു ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്. ഇല്ല, ഈ പേഴ്സൺ ശരിക്കും ഏസ് ഓഫ് കപ്സ് സ്നേഹമുണ്ട് നിങ്ങളോട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇത് കള്ളത്തരമല്ല, ആത്മാർത്ഥമായിട്ട് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണമെന്ന്. ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങളോട് ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ മാപ്പൊക്കെ പറയാനുണ്ട്. മാക്സിമം ഒഴിവാക്കാൻ നോക്കും. കാരണം മജീഷ്യൻ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്, മാനിപ്പുലേഷനാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും എന്താ പറയുക, ഏത് വഴിക്കും കാര്യം നടക്കണമെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷെ സ്നേഹമാണ്, ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ബ്രാൻഡ് ന്യൂ ലവ് റിലേഷൻഷിപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിലേക്കൊരു റിസ്ക് എടുക്കുകയാണ് ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും പേഴ്സൺ എത്രയും പെട്ടെന്ന്, മാക്സിമം എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ ഒരു 8 ആഴ്ച അല്ലെങ്കിൽ 8 മാസം അതിനുള്ളിൽ കോൺടാക്ട് ചെയ്യണമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. എന്തായാലും റിലേഷൻഷിപ്പിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ തന്നെ, ഈ റിലേഷൻഷിപ്പ് ഒന്നും കൂടെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഈ പേഴ്സൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ നല്ല ഉദ്ദേശം തന്നെയാണ്. പക്ഷേ നോ കോൺടാക്റ്റിൽ എന്തുകൊണ്ടാണ് ഇരിക്കുന്നത്? നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സണും ഹാർട്ട് ബ്രോക്കൺ ആണ്, നിങ്ങൾ മാത്രമല്ല ഹാർട്ട് ബ്രോക്കൺ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി, ഇവിടെ 3 ഓഫ് സ്വേർഡ്സ് കണ്ടു, 3 ഓഫ് കപ്സ് കണ്ടു, പിന്നെ ക്വീൻ ഓഫ് വാൻഡ്സ്, ഇതെല്ലാം തേർഡ് പാർട്ടി കണക്ഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നു, എല്ലാം കുറേ 3 വന്നിട്ടുണ്ട്. 2-ൽ കൂടുതലായാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ ബ്രേക്ക് ആയിട്ട് ഇരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ തേർഡ് പാർട്ടിയോട് ഈ പേഴ്സൺ അത്ര സ്നേഹമില്ലായിരിക്കും, ഒരു ടൈം പാസ് റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം, സ്നേഹം നിങ്ങളോടായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് ഉദ്ദേശം. അത് നല്ല ഉദ്ദേശമാണ് കേട്ടോ. അപ്പോൾ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, വെർഗോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ഭയങ്കരമായിട്ട് നുണ പറയുന്ന ആളാണ്, അല്ലെങ്കിൽ സത്യം പറയുന്നത് മാക്സിമം ഒഴിവാക്കുന്ന ആളാണ്. അപ്പം തന്നെ മറ്റുള്ളവർക്ക് സംശയം വരും. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു തരം കള്ളത്തരം കാണിക്കുമ്പോൾ നമുക്ക് സംശയം വരും എന്തെങ്കിലും ഉണ്ടോ എന്നല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആവാം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ചിലപ്പോൾ ഇവർ ട്രൈ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലായിരിക്കാം.
പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ പേഴ്സൺ ഇല്ലായിരിക്കാം. അത് കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾക്കും ഇല്ലായിരിക്കാം. സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, അക്വേറിയസ്, ടോറസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, സാജിറ്റേറിയസ്, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Taurus, Leo, Aquarius, Scorpio, Cancer, Pisces, Libra, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Cancer, Aries, Leo, Sagittarius, Gemini, Taurus, Virgo, Capricorn. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ അതാണ് ബ്ലൂ സെലക്ട് ചെയ്തൊരു റീഡിങ്. ഇനി ഞാൻ യെല്ലോ സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. യെല്ലോ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് നമുക്ക് എടുക്കാം. Adishakti, embracing the realm of infinite possibilities. Okay. Step into a world brimming with new possibilities alongside your soulmate. Embrace the freedom to seek advice and receive support from your spouse, partner. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ, നമുക്ക് ഈഗോ ഉണ്ടെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ആളെ നമ്മൾക്ക് റെസ്പെക്റ്റ് ചെയ്യാനോ അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാനോ നമ്മളുടെ ഈഗോ സമ്മതിക്കില്ല, അല്ലേ? അപ്പോൾ ഇപ്പോൾ കുട്ടികൾ സംസാരിക്കുമ്പോൾ കുട്ടികൾ എത്ര വലിയ കാര്യം പറഞ്ഞാലും കുട്ടിയാണ് വിടും, അവനെന്തറിയാം എന്ന് പറഞ്ഞു വിടും. അതുപോലെ സ്ത്രീകൾ സംസാരിക്കുമ്പോഴും അങ്ങനത്തെ സിറ്റുവേഷൻ വരാറുണ്ട്. ചില ആണുങ്ങൾ സംസാരിക്കുമ്പോഴും അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എത്ര വിവരമുള്ള ആളാണെങ്കിലും നമ്മളുടെ കൂടെ നമ്മളുടെ പാർട്ട്ണറെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനും അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാനും ഉള്ള വകതിരിവ് കാണിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കും ചിലപ്പോൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൺ? അപ്പോൾ ഓവറോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റിലാണെങ്കിൽ, മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നോ കോൺടാക്റ്റ്? നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടി, അല്ലേ? ഇവിടെ ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മയും ഒരു കെയർ ഇല്ലായ്മയും ഒക്കെ ഉള്ള പോലെ എന്തായാലും അവരുടെ ഓവറോൾ എനർജി എന്താണെന്ന്. അപ്പോൾ ഭയങ്കര മീൻസ് ഒരു പ്രൈഡ് ഉള്ള ഒരു എന്താ പറയുക, നമുക്കൊരു പ്രൈഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുന്നത്, ഒരു നമ്മളെക്കുറിച്ച് നമുക്കൊരു വിലയുണ്ടെങ്കിൽ, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കത് വിഷമമാവും. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ അവരോട് വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറും, അവരുടെ മുമ്പിൽ പെടാതെ ആവും. അങ്ങനെ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനോട് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നമുക്കൊരു ഓവറോൾ എനർജി നോക്കാം. ചിലപ്പോൾ ഒരേ പൊസിഷനിലിരിക്കുന്ന രണ്ടുപേരായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് വലിയ ഉയർന്ന പദവിയും മറ്റേ ആൾക്ക് അത്ര വലിയ ഉയർന്ന പദവിയും അല്ലായിരിക്കാം. നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി. ഇത്രയും എടുക്കാൻ പറ്റുന്ന കാപ്രിക്കോൺ ഡെവിൾ എനർജിയാണ്. അപ്പോൾ ഒരു ഒബ്സെഷൻ, ഒരു അഡിക്ഷൻ, പിന്നെ നിങ്ങളറിയാത്ത നിങ്ങളുടെ രണ്ട് ക്യാരക്ടർ ഉണ്ടോ നിങ്ങളുടെ പേഴ്സൺ? ഒന്ന് നിങ്ങൾ കാണുന്ന ക്യാരക്ടർ, ഇത് നിങ്ങളുടെ ആവാം നിങ്ങളുടെ പേഴ്സണിൻ്റെ ആവും. ഒന്ന് നിങ്ങൾ കാണുന്ന സ്വഭാവം, ഒന്ന് നിങ്ങൾക്ക് അറിയാത്തൊരു സ്വഭാവം. രണ്ട് സ്വഭാവമുണ്ട് നിങ്ങളുടെ പേഴ്സണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ സ്വഭാവത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ. അളമുട്ടിയാൽ ചേരയും കടിക്കും, മനസ്സിലാണോ? അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു എനർജിയിലാണ് ഇപ്പോൾ. ഫസ്റ്റ് ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ബോയ് ഫ്രണ്ട് ഉപേക്ഷിക്കുമ്പോൾ ചിലർ വഴിതെറ്റി പോകും, പിന്നെ റിലേഷൻഷിപ്പിൻ്റെ കളിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും ആയോ ഈ പേഴ്സൺ? നോക്കാം, നമുക്കൊരു ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം.
ടെൻ ഓഫ് സോൾസ് റിവേഴ്സ് ആണ്. റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര കോൺഫ്ലിക്റ്റ്, മനസ്സിൽ ഭയങ്കര ഒരു അടിപിടി നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അടിപിടിയാണ്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ നിന്ന് പേഴ്സൺ മാറി നിൽക്കുകയാണ്. ടെൻ ഓഫ് സോൾസ് റിവേഴ്സ് ആണ്. അപ്പോൾ ഭയങ്കരമായിട്ട് അനാവശ്യം പറയുന്നുണ്ടാവാം ഒരാൾ, അത് ഈ പേഴ്സൺ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പേഴ്സൺ ഉള്ളിൽ ചെകുത്താൻ ഇറങ്ങി വരുന്നുണ്ടെങ്കിലും വഴക്കുണ്ടാക്കുന്നെങ്കിലും ഒരു ആക്ഷനും റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പോൾ ലവേഴ്സ് കാണിക്കുന്നുണ്ട്, പിന്നെ എംപ്രസ്. നിങ്ങളെ ഈ പേഴ്സൺ ഭയങ്കര ആരാധനയാണ് നിങ്ങളോട്. നിങ്ങൾ നല്ല എല്ലാം തികഞ്ഞ ഒരാളാണെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. പിന്നെ നിങ്ങളാണ് ഈ പേഴ്സൻ്റെ സോൾമേറ്റ് കണക്ഷൻ എന്ന വിശ്വാസം ഈ പേഴ്സൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അപ്പോൾ ഈ പേഴ്സൺ ഇത് സ്റ്റക്കായിരുന്നത് ഈ പേഴ്സൺ ഒരു തീരുമാനമെടുക്കാനായിട്ട് മടിക്കുന്നു. കാരണം ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളോടുള്ള കടുത്ത ആരാധന, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ സോൾമേറ്റ് കണക്ഷനാണ്, ഭയങ്കര യൂണിറ്റിയാണ് നിങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കണം എന്നുണ്ട് ഇവിടെ. കാരണം ഭയങ്കര ബഹളമാണ്, ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ശാന്തമായിട്ടിരിക്കുന്ന ഒരാളായിരിക്കാം, മനസ്സിലായി. നിങ്ങൾ ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കുന്ന, ഞാൻ പറയുന്നതാണ് എക്സാമ്പിൾ, ഒച്ചയും ബഹളം ഉണ്ടാക്കുന്ന ആൾ, മറ്റേ ആൾ അധികം പ്രതികരിക്കാത്ത ഒരാൾ. പക്ഷെ പ്രതികരിക്കാത്ത ആൾക്കാരെ നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. കാരണം അവരുടെ ഉള്ളിലാണ് ഈ വോൾക്കാനോ ഒക്കെ കടൽ എരമ്പുന്നത്. അവസാനം ഒരു പൊട്ടിക്കറി ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടാവും, അപ്പോൾ സുനാമിയൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവർ കൺട്രോൾ ചെയ്ത് അവസാനം കൺട്രോൾ വിട്ട് കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നമാവും. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സണ്, ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ അകന്നിരിക്കുന്നത്. അപ്പോൾ പേഴ്സൺ ആലോചിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് ഈ സിറ്റുവേഷനിൽ, മനസ്സിലാവുണ്ടോ? അപ്പോൾ അധികം സംസാരിക്കുന്നില്ല. പക്ഷേ ഈ പേഴ്സൺ 4 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ റിജക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളെ വിളിച്ചാൽ ഈ പേഴ്സൺസ് എടുക്കും, ഫോൺ എടുക്കും, നിങ്ങളോട് സംസാരിക്കും, എല്ലാം ഉണ്ട്. ചിലപ്പോൾ ഒരേ വീട്ടിൽ താമസിക്കുന്നവരായിരിക്കാം, പക്ഷേ 2 ടൈപ്പ് ജീവിതം, 2 വഴിക്ക് പോകുന്നവർ, കണ്ടാലും മിണ്ടാതെ 2 വഴിക്ക് പോകുന്നവരായിരിക്കാം. ഈ പേഴ്സൻ്റെ വർക്കിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അത് നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എംപ്രസിനെ ക്ലാരിഫൈ ചെയ്യുന്ന വേൾഡ് കാർഡ്. അപ്പോൾ നിങ്ങളുടെ ഈ അതുപോലെ നിങ്ങൾക്ക് ഇത്തിരി എന്താ പറയുക, അഹങ്കാരം കൂടുതലാണെന്നൊരു ചിന്തയും കൂടെ ഉണ്ട്. ചിലരുണ്ടല്ലോ, ഞാനിപ്പോൾ വലിയ വീട്ടിൽ വളർന്നതാണ്, എല്ലാത്തിനും വേലക്കാരുണ്ട്, അങ്ങനെയുള്ള കുട്ടികൾക്ക് അറിയില്ല എന്തെങ്ങനെയാണ് വീട് നോക്കുന്നതെന്നും അറിയില്ല. കാരണം അവർ നോക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ചിലപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരാം. അപ്പം നിങ്ങളുടെ ഈ സ്വഭാവത്തിൽ ഒരു അവസാനം വരുത്തണം പറയുന്നത്. വേൾഡ് കാർഡ് കൊണ്ട് ഡെത്തും, രണ്ടും അവസാനം എൻഡ് ആവണം എന്നാണ് വിചാരിക്കുന്നത്. ഈ സ്വഭാവത്തിന് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്, പക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ തലയിൽ കയറിയിരിക്കാൻ നോക്കരുത്. കാരണം ആ പേഴ്സണെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതനുസരിച്ച് പെരുമാറണം. ചിലപ്പോൾ നിങ്ങളുടെ വേലക്കാരോട് സംസാരിക്കുന്നതിലും കഷ്ടമായിട്ടായിരിക്കും ഈ പേഴ്സണോട് സംസാരിക്കുന്നത്. ഈ പേഴ്സൺ പ്രതികരിക്കാത്തത് കൊണ്ട്, സ്ത്രീ ആയാലും പുരുഷനായാലും. ലവേഴ്സ് പിന്നെയും ഈ ഒരൊറ്റ കാര്യമാണ് ഈ പേഴ്സണെ, ചിലപ്പോൾ നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നിരിക്കാം, അതുകൊണ്ട് മാത്രമാണ് ഈ പേഴ്സൺ. അപ്പോൾ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണ് എന്ന് ഈ പേഴ്സൺ അറിയാം. അതുകൊണ്ടാണ് ഈ പേഴ്സൺ വേറൊരു ഇത്തിരി കാര്യബോധമുള്ള ഒരാളാണ്. ഈ പേഴ്സൺ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പോയാൽ ഇനി വേറെ കല്യാണം കഴിച്ചാൽ ഇതൊക്കെ തന്നെയല്ലേ, ഇനി ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്നൊരു ചിന്ത ഈ പേഴ്സണെ തലയിൽ കൂടെ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു റീകൺസിലിയേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കറണ്ട് സിറ്റുവേഷൻ ഇതാണ്. അതെങ്ങനെ ഈ പ്രശ്നങ്ങളൊന്നും ഒതുക്കി എങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഹാപ്പിനെസ് ഇല്ല, പാഷൻ ഉണ്ട് നിറയെ. അതുകൊണ്ടും കൂടിയിട്ടാണ് ഈ പേഴ്സൺ ഫിസിക്കൽ അട്രാക്ഷൻ ഭയങ്കരമാണ് ഇതിനകത്ത്, ഒരു ഒബ്സെഷൻ പോലെയാണ്. പക്ഷേ അത് പാഷനറ്റ് അട്രാക്ഷനാണ്, ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നുണ്ട്. പക്ഷെ ഇവിടെ ഹാപ്പിനെസ് ഇല്ല. അതാണ് ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നത്. മനസ്സിലായി? ഒരു വിക്ടറി വേണം എന്ന് ആഗ്രഹിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ സിറ്റുവേഷൻ ഒരു പാഷൻ ഒഴിവാക്കണം. നിങ്ങളുമായിട്ടുള്ള ഒരു പാഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ താളത്തിൽ തുള്ളുന്നതെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ ആ പാഷൻ്റെ മുകളിൽ ഒരു വിക്ടറി വേണം. ഈ പാഷൻ ഒഴിവാക്കിയെടുക്കണം. അതാണ് ഇമോഷണലി നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യണം പേഴ്സൺ. എന്നാലേ ഈ പേഴ്സണ്, അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ഭാരമായിട്ട് വരും എന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഈ പേഴ്സൺ നോക്കുന്നത്. 10 of Wands ആണ് കാണിക്കുന്നത്. ഒരു ബേർഡൻ ആണിത്.
റിലേഷൻഷിപ്പ്. അതൊരു ഹാപ്പിനെസ് ഇല്ലാത്തത് ഒരു ബേർഡൻ ആണ്. പിന്നെ ഒരു ടവർ മൊമെൻറ്റിലേക്ക് പോകും ഇതെന്നറിയാം. നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്താത്ത അത്രയും കാലം നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് എന്താ പറയുക ഒതുങ്ങുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഇവിടെ റെഡി അല്ല എന്നാണ് കാര്യം, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. അപ്പോൾ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. റീഡിങ്ങിൽ കാണിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ആരെയും പേഴ്സണൽ റീഡിംഗ് അല്ല ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടവർ മൊമെൻറ്റ് ഒഴിവാക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ സംസാരിക്കും തോറും ഇവിടെ ഒരു വലിയൊരു ടവർ മൊമെൻറ്റ്, ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ പേഴ്സണ് സീൻ ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. പേഴ്സണ് 4 പേര് അറിയുക, ഭയങ്കര ഒച്ചയും പാടും ഉണ്ടാക്കി, ഇതൊന്നും ആ പേഴ്സൺ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഒഴിവാക്കി നിൽക്കുന്നത്. പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് മാറി നിൽക്കുന്നത്. ഈ പേഴ്സണിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? കിങ് ഓഫ് പെന്റിക്കിൾസ്. ഈ പേഴ്സൺ വളരെ ജനറസ് ആയ ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലോണം പണം ഉണ്ടാക്കുന്ന, ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, വളരെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വേണം, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ആളാണ്. പേഴ്സൺ നിങ്ങളെ പറ്റിക്കാനൊന്നുമല്ല നോക്കുന്നത് കേട്ടോ. നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. കിങ് ഓഫ് പെന്റിക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഡെവൽ എനർജി റിവേഴ്സ്. ഈ പേഴ്സൺ നിങ്ങളെ കൺട്രോൾ ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പേജ് ഓഫ് കപ്സ്. ഈ പേഴ്സണ് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ സമാധാനത്തോടെ പറഞ്ഞാൽ, ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ നോക്കാതെ നിങ്ങൾ സമാധാനത്തോടെ സംസാരിച്ചാൽ ഈ പേഴ്സൺ സമാധാനത്തോടെ നിങ്ങൾ പറയുന്നത് കേൾക്കും. മനസ്സിലായി? പേഴ്സണ് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ, വേറെ ദേഷ്യവും വൈരാഗ്യവും ഒന്നുമില്ല. നിങ്ങളെ കൺട്രോൾ ചെയ്യണമെന്നൊന്നുമില്ല, നല്ല ഉദ്ദേശം തന്നെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ഒതുങ്ങണം. ഇതാരുടെ എനർജിയാണോ ആ പേഴ്സൺ ഒന്ന് ഒതുങ്ങണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നെ വെടിവെക്കാൻ നോക്കണ്ട, ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് പറയുകയല്ല. ഇത് ജനറൽ റീഡിംഗ് ആണ്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, കാപ്രിക്കോൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Leo, Scorpio, Taurus, Leo, Aquarius, Scorpio, Gemini, Aquarius, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Capricorn, Gemini, Libra, Taurus, Pisces. ഇത് ശരിക്കും നിങ്ങളുടെ ലൈഫിന് പിടിച്ച് കുലുക്കിയ ഒരു സിറ്റുവേഷനാണ്. കാരണം വളരെ ശാന്തമായിട്ട് പെരുമാറുന്ന ഒരാൾ ഇത്രയും നിങ്ങളിൽ നിന്ന് എങ്ങനെ അകന്നു, നിങ്ങളോട് പ്രതികരിക്കാത്ത എങ്ങനെ ഇരിക്കുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ റീഡിങ്. ഇനി അടുത്ത റീഡിങ്ങിലേക്ക് പോവുകയാണ്. റെഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് നമുക്ക് നോക്കാം. റെഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. ക്രോസ് റോഡ്. നിങ്ങളൊരു വഴിത്തിരിവിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കുള്ള വഴി നിങ്ങൾക്ക് ശരിയായ വഴി സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വേണ്ടി വരും. അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാ കാര്യവും സ്റ്റക്കായിട്ടിരിക്കുകയായിരിക്കും ലൈഫിൽ, ഒന്നും മുമ്പോട്ട് പോകുന്നില്ല, ഒന്നും അനങ്ങുന്നില്ല. മീൻസ് എന്ത് കാര്യം ചെയ്താലും അതിൽ ബ്ലോക്ക് വരുന്നു അല്ലേ? അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ അവസാനമാണെന്ന്. അത് അവസാനമല്ല, അത് നിങ്ങളൊരു വഴിത്തിരിവിലാണ്. നിങ്ങളൊരു ചോയ്സ് എടുക്കുമ്പോഴാണ് ഇനിയും നിങ്ങളുടെ ജീവിതം സിറ്റുവേഷൻസ് മുമ്പോട്ട് പോകുക. നിങ്ങൾ ചോയ്സ് എടുക്കാതെ ഇരുന്നത് എന്താണ് കൊണ്ടുവന്നത്, അടങ്ങുന്നില്ലല്ലോ, ഇത് അങ്ങോട്ട് പോകുന്നില്ല, ഇത് ഇങ്ങോട്ട് പോകുന്നില്ലല്ലോ എന്ന് വിചാരിക്കാതെ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഒരു ചോയ്സ് എടുക്കുക. അപ്പോൾ ജീവിതം മുമ്പോട്ട് പോകും. അതാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി എന്നതാണ്. മിക്ക റിലേഷൻഷിപ്പിൽ പ്രശ്നമാകുന്നത് കോൺവെർസേഷൻ, സംസാരമില്ലാത്തതാണ്. മിക്കവരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കില്ല, നിങ്ങൾ മിണ്ടാതിരിക്കും. അത് ഉള്ളിലിരുന്ന് വിഷമാകും. അതിന് പകരം ആ പേഴ്സണോട് ചോദിക്കുക. മനസ്സിലായോ? അപ്പോൾ ആ പേഴ്സൺ നുണ പറയണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നുണയാണെന്ന്, സത്യമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലൊരു സമാധാനം ഉണ്ടാവും എന്തായാലും.
അതല്ലാതെ വല്ലവരും പറയുന്നത് കേട്ട് ചാടി പിടിച്ച് ഒരു കാര്യവും പ്രവർത്തിക്കാൻ പാടില്ല റിലേഷൻഷിപ്പിൽ. എല്ലാവരും നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നവരെല്ലാം നിങ്ങളുടെ വെൽവിഷേഴ്സ് ആവണം എന്നില്ലല്ലോ. ചിലർക്ക് ചീത്ത ഉദ്ദേശം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം വേണം മനുഷ്യർക്ക് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് പുറപ്പെട്ടു തുടങ്ങി, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തായാലും ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷേ ഈ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തന്നില്ല. അതുപോലെ നിങ്ങൾ കമ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഈ പേഴ്സൺ ഓടിക്കളയും, അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാരക്ടർ, നിങ്ങളുടെ പേഴ്സൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എടുത്തു ചാടി ഒരു കാര്യം തീരുമാനിക്കാത്ത ഒരാളാണ്. അതിൻ്റെ വരാഴികകളെല്ലാം നോക്കി വളരെ ആലോചിച്ച് ഇനിയിപ്പോൾ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ എന്തായിരിക്കും, എങ്ങനെയായിരിക്കണം നമ്മുടെ ഫ്യൂച്ചർ, ഞാൻ എന്തോരം ഇൻവെസ്റ്റ്, എല്ലാം പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാതിരുന്നത്. ഈ പേഴ്സൺ മുമ്പ് നൈറ്റ് ഓഫ് പെന്റക്കിൾസിന് റിവേഴ്സ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് ക്ലാരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? ശാഠ്യം പിടിക്കും, പുഷ് ചെയ്യും. ചിലരെ നമ്മൾ ഇപ്പോൾ തള്ളി മാറ്റാൻ തോന്നി അവർക്ക് ഭയങ്കര ദേഷ്യം വരും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അമ്മ അച്ഛൻ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരിക്കും. പക്ഷേ ആ പേഴ്സൺ അവിടെ നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് തള്ളി മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം ചിലർ മാറും, ചിലർ ചിരിക്കും. പക്ഷെ ചിലരെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം. അങ്ങനത്തെ ഒരാളാണിത്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ വേറൊരു കാര്യത്തിൽ ഇൻവെസ്റ്റഡ് ആണ്. എന്തോ ആ പേഴ്സൻ്റെ ഫ്യൂച്ചർ പണത്തിന് വേണ്ടിയിട്ടോ എന്തിനോ വേണ്ടിയിട്ട് ഇൻവെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഈ മജിഷ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മാനിപ്പുലേഷൻ, കള്ളത്തരം പറയുന്ന ഒരാളാണ്. അപ്പോൾ ഈ നൈറ്റ് ഓഫ് പെന്റക്കിൾസിനെ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന എനർജിയെ റിവേഴ്സിൽ കാണിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു കണ്ണിങ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. മജിഷ്യൻ ചില സമയത്ത് ഭയങ്കര കള്ളത്തരമുള്ള ആളാണ്. അപ്പോൾ ഈ മജിഷ്യന് എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്, മനസ്സിലായി? നിങ്ങളോട് സത്യം പറയുന്നില്ല. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കാനായിട്ട് എന്തോ ഒരു ഉദ്ദേശമുണ്ട് ഈ പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നയൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഒരു സ്റ്റാൻഡ് എടുത്തേക്കാണ്. എന്നുവെച്ചാൽ നിങ്ങൾ കുറേ പുഷ് ചെയ്തു, എനിക്കിപ്പോൾ ഡിസിഷൻ വേണം, ഈ പേഴ്സൺ മിണ്ടാതിരുന്നു. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ റെസിസ്റ്റ് ചെയ്യണം നിങ്ങളെ, ഇപ്പോൾ റെസിസ്റ്റൻസിലാണ്. മനസ്സിലായോ? എന്നുവെച്ചാൽ നിങ്ങൾ എന്നെ പുഷ് ചെയ്യരുത്, ഞാൻ തീരുമാനം എടുക്കേണ്ട സമയത്ത് ഞാൻ തീരുമാനമെടുക്കും എന്നൊരിതിലാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ പേഴ്സൺ ഇങ്ങനെ പുഷ് ചെയ്യുന്നതാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്? സമയമാകുമ്പോൾ ഞാൻ പറയുമല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല. മനസ്സിലായോ? ഇഷ്ടമില്ലാത്തൊരു സാധനം ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പോയിട്ട് കാര്യമില്ല. ഈ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷന് എതിരായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യണേന് ഈ പേഴ്സൺ, മനസ്സിലായി? കാരണം നിങ്ങൾ ഈ പേഴ്സണ് ഒട്ടും സമാധാനം കൊടുക്കുന്നില്ല, മനസ്സിലായി? അപ്പോൾ ബാലൻസ് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ട്രൈ ചെയ്ത് നോക്കുകയാണ്. റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരാൾ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നത്, അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കില്ല. ചിലപ്പോൾ ആ പേഴ്സൻ്റെ പ്ലാനിൽ കുറേ പ്ലാനിങ് ഉണ്ടായിരിക്കാം. അതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ പേഴ്സൺ നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നത്. നമ്മൾ പുറകെ നടന്ന് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ പേഴ്സണ് ദേഷ്യം വരും. ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഒരു പോസിബിലിറ്റി ഉള്ളതും കൂടെ ഇല്ലാതെ ആവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഈ 9 ഓഫ് വോൺസിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. 9 ഓഫ് വോൺസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 9 ഓഫ് വോൺസ് തന്നെയാണ്. പിന്നെ 3 ഓഫ് വോൺസും ഉണ്ട്. 3 ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ്. ഓക്കെ, ഈ പേഴ്സൺ എന്ന് വെച്ചാൽ നമ്മൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ വളരെ പ്രാക്ടിക്കൽ ലോജിക്കലായിട്ട് ഒരാളുടെ ജീവിത സഖി അല്ലെങ്കിൽ ജീവിത സഖാവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ആ പേഴ്സൺ ശരിക്കും നിങ്ങളെ മനസ്സിലാക്കാൻ നോക്കും. നിങ്ങൾക്ക് ക്ഷമയുണ്ട്, എന്തൊക്കെ സിറ്റുവേഷനിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും, ഇതൊക്കെ പഠിക്കണം.
അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കുറേ ടെസ്റ്റ് ചെയ്യും ഈ പേഴ്സൺ. നിങ്ങളെ ക്ഷമ പരീക്ഷിക്കാനും നിങ്ങൾ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചറിൽ എൻ്റെ ഭാര്യയായിട്ട് വരുന്ന അല്ലെങ്കിൽ എൻ്റെ ഭർത്താവായിട്ട് വരുന്ന ആൾ എൻ്റെ ഫാമിലിയോട് അഡ്ജസ്റ്റ് ചെയ്യും, എൻ്റെ പണത്തിൽ ആവുകയും, മനസ്സിലായോ? എൻ്റെ വീട്ടിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും, എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താൻ പറ്റും. ഈ നമ്മൾ എടുത്തു ചാടി നമ്മൾ ഇപ്പോൾ ഒരിടയ്ക്ക് യൂട്യൂബിൽ മൊത്തം കാണുമായിരുന്നു, എന്താണ് എന്തോ എന്തെങ്കിലും എന്താന്ന് പറഞ്ഞ പിള്ളേർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ തമ്മിൽ കല്യാണം കഴിക്കുക, മനസ്സിലായോ? ചെറിയ കുട്ടികൾ കല്യാണം കഴിക്കുക. അതല്ല ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പ്ലാനിങ്ങോട് മുമ്പോട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പേഴ്സൺ വളരെ പ്ലാനിങ്ങോട് മുമ്പോട്ട് പോകുന്നതാണ്. കാരണം ഒരു തീരുമാനം എടുത്താൽ അതൊരു തീരുമാനമായിരിക്കും, അത് മുമ്പോട്ട് തന്നെ പോകണം. പിന്നെ അതിനിടയിൽ പിന്നെ ശരിയായില്ലല്ലോ, മനസ്സിലായോ? ഈ പേഴ്സൺ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ശരിയല്ല, ഇപ്പോൾ ഇഷ്ടമല്ല. ഈ പേഴ്സൺ ആരും കളിയാക്കുന്നത് ഈ പേഴ്സൺ ഇഷ്ടമല്ല. അപ്പോൾ ഈ പേഴ്സൺ ഒരു തീരുമാനം എടുത്താൽ അതിൽ തെറ്റുണ്ടാവാൻ പാടില്ല, അവിടെയാണ് പ്രശ്നം. അപ്പോൾ തെറ്റുണ്ടാവാണ്ടിരിക്കണമെങ്കിൽ ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ നിങ്ങൾ നിന്നിട്ട് പേഴ്സൺ ടെസ്റ്റ് ചെയ്യും നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറും. നിങ്ങളുടെ ക്ഷമയാണ് ടെസ്റ്റ് ചെയ്യുന്നത് പേഴ്സൺ, മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ കപ്പാസിറ്റി, ഇതെല്ലാമാണ് നോക്കുന്നത്. എൻ്റെ കൂടെ ജീവിക്കേണ്ട ആൾ എങ്ങനെയുള്ള ആളാണ്, എൻ്റെ ഈ സ്വഭാവമായിട്ട് ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പേഴ്സൺ. ചുരുക്കി പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല പണിയാണ്. നിങ്ങൾക്ക് ക്ഷമയില്ലെങ്കിൽ നിങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് സ്ഥലം വിട്ടു. കാരണം ഈ പേഴ്സൺ ഇഷ്ടംപോലെ സമയമുണ്ട്, വളരെ ക്ഷമയുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒപ്പോ, കാരണം ഇവിടെ നിന്നിട്ട് കാര്യമില്ല, സമയം എടുക്കും ഈ പേഴ്സൺ കേട്ടോ. ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ് ഈ പേഴ്സൺ, തിരിഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങളുടെ ഒരു കാര്യത്തിലും പാസ്റ്റിൽ റിജക്റ്റ് ചെയ്യണം നിങ്ങളെ, മനസ്സിലാവുണ്ടോ? ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റിങ്ങിലാണ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്വഭാവത്തിൽ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യും നിങ്ങളെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരാൾ റീഡിങ് എടുക്കാൻ വേണ്ടി, അപ്പോൾ കല്യാണാലോചന വന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ ലവേഴ്സ് അല്ല, ഒരു കല്യാണാലോചന വന്നു. ഒരു കല്യാണാലോചന വരുമ്പോഴുള്ള പ്രശ്നം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അറേഞ്ച് മാരേജിൽ ഒരാൾ പല പെൺകുട്ടികളെ കാണും, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പല ആണുങ്ങൾ കാണും. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വീട്ടുകാർക്ക് തോന്നുന്നതും അല്ലെങ്കിൽ പെൺകുട്ടിക്ക് തോന്നുന്നതും വീട്ടുകാർക്കും കൂടെ തോന്നണം, എന്നാലേ ഒരു കല്യാണം നടക്കുകയുള്ളൂ. അവിടെ ലവിനൊന്നും ഒരു ഇതുമില്ല. അപ്പോൾ ഈ കുട്ടി ആ പേഴ്സണ് മെസ്സേജ് അയച്ചപ്പോൾ ആ പേഴ്സൺ റെസ്പോണ്ട് ചെയ്തില്ല. ഇപ്പോൾ പെൺകുട്ടിക്ക് ദേഷ്യമായി. അപ്പോൾ അതൊരു ലവ് ട്രാക്കിലേക്കാണ് പോകുന്നത്, മനസ്സിലാവുന്നത്? അതല്ല സിറ്റുവേഷൻ, അങ്ങനെ നടക്കില്ല. ഇവിടെ നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് ജീവിക്കാനായിട്ട് ഈ പേഴ്സണിൻ്റെ ഈ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഈ പേഴ്സണിൻ്റെ സ്വഭാവം. ഈ പേഴ്സൺ മാറ്റില്ല സ്വഭാവം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഇവിടെ എന്തിനാണ് നിൽക്കുന്നത്? നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, വേറെ ആരെങ്കിലും നോക്കുക, നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി ആരെങ്കിലും നോക്കുക, അതല്ലേ വേണ്ടത്. അല്ലാതെ ഇവിടെ നിന്നിട്ട് ആ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ടോ വരുമോ എന്നൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഈ പേഴ്സണിൻ്റെ സ്വഭാവം ഭയങ്കര സ്ട്രോങ് ആണ്, ഒരു പാറ പോലെയാണ്. ഒരു തരത്തിൽ കണ്ണീരിൽ അലിയില്ല, ദേഷ്യത്തിൽ അലിയില്ല, ഒരു കുന്തത്തിലും അലിയില്ല ഈ പേഴ്സൺ. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഈ പേഴ്സണെ അലിയിക്കാൻ നോക്കരുത്. ഈ പേഴ്സണിൻ്റെ സമയത്തെ ആക്ഷൻ എടുക്കുകയുള്ളൂ, അതാണ് മനസ്സിലാക്കേണ്ടത്. നൈറ്റ് ഓഫ് സ്വേർഡ്സ്. അപ്പോൾ ഈ പേഴ്സൺ പെട്ടെന്ന് ആക്ഷൻ ഉണ്ട്, ഒരു ഓഫർ തരണം എന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണം ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ പേഴ്സൺ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സൺ ഡിറ്റാച്ച് ചെയ്ത്, അപ്പോൾ പേഴ്സൺ സ്വഭാവം എന്ന് വെച്ചാൽ എക്സ്ട്രീമായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വയലൻ്റ് ആവും. അപ്പോൾ സൂക്ഷിക്കേണ്ട ഒരാളാണിത്. അപ്പോൾ നിങ്ങൾക്ക് ക്ഷമയില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, വേറെ ആരെങ്കിലും നോക്കുക. നിങ്ങളുടെ ക്യാരക്ടറിനെ നമ്മളുടെ ക്യാരക്ടറിനെ പറ്റിയവരെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ലല്ലോ റിലേഷൻഷിപ്പ്, ലോങ് ടേം റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഞാൻ പറയാം, ഈ പേഴ്സൺ ചെയ്യുന്നതാണ് ശരി. പേഴ്സൺ ട്രൈ ചെയ്യാണ്, ഓക്കെ, ടെസ്റ്റ് ചെയ്യാണ് നിങ്ങളെ. കാരണം ഈ പേഴ്സൺ അറിയാം എന്താണ് ഈ പേഴ്സണ് വേണ്ടതെന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്, മനസ്സിലായി? അതാണ് പ്രശ്നം. അപ്പോൾ ഏസ് ഓഫ് പെന്റക്കിൾസ് ഒരു ഓഫർ തരണമെന്നുണ്ട്, പക്ഷേ ഇവിടെ ഒരു ബാലൻസ് കൊണ്ടുവന്നാലേ ഈ പേഴ്സൺ ഓഫർ തരുള്ളൂ നിങ്ങൾക്ക് കേട്ടോ. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? ഇവിടെ തേർഡ് പാർട്ടി ഒന്നും കാണുന്നില്ല, ഒരു 3rd or 3 of Wands മാത്രമേ കണ്ടുള്ളൂ. പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളോട് കൊളാബറേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പേഴ്സണ്. അതുപോലെ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഭയങ്കര സ്മാർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്, നിങ്ങൾക്ക് ഫ്രീഡം വേണം, നിങ്ങളുടെ കാര്യങ്ങൾ സ്വയം നോക്കാൻ കഴിവുള്ള ആളാണ് എന്നൊരു ഇതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ലൈഫ് ഉണ്ട് എന്നാണ് ഈ പേഴ്സൺ മനസ്സിലാക്കി വെച്ചേക്കുന്നത്.
അതുകൊണ്ടാണ് നിങ്ങളോട് സഹകരിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പക്ഷേ അപ്പോൾ ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ഈ പേഴ്സൻ്റെ അഭിപ്രായം, ചിന്ത. ഇങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇല്ല, നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ്, സ്വന്തം കാര്യം സ്വയം നോക്കാൻ കഴിവില്ലാത്ത ആളാണ്, നിങ്ങൾ ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന ആളാണ്, ഒരു മറ്റുള്ളവരുടെ ടൈമിനോ ഒന്നിനും വില നൽകാത്ത ആളാണ്, സ്പേസിന് വില നൽകാത്ത ആളാണെന്നൊക്കെ ആ പേഴ്സൺ മനസ്സിലാക്കി എടുക്കരുത്. ഇങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ വളരെ ഹെൽപ്ഫുള്ളാണ്, എല്ലാ കാര്യത്തിനും എല്ലാവരോടും സഹകരിച്ച് പോകുന്ന ഒരാളാണ് എന്നൊക്കെയാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇതൊക്കെയാണ് ഈ പേഴ്സൺ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് തുടങ്ങാമെന്ന ചിന്ത തന്നെ ഈ പേഴ്സൻ്റെ മനസ്സിൽ വന്നത്. അത് നിങ്ങളായിട്ടത് മാറ്റരുത്. ഈ പേഴ്സൺ ഇപ്പോൾ ബ്രേക്ക് എടുത്തേക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പോവുക. നിങ്ങൾ ഇപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ്, ഒരു പണിയില്ലെങ്കിൽ പ്ലീസ് എന്തെങ്കിലും ഹോബിയൊക്കെ തുടങ്ങുക. നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവർക്ക് നിങ്ങളെ നോക്കുമ്പോൾ ഇത് കഴുത്തിൽ തൂങ്ങുന്ന ആളല്ല എന്ന് മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഈ പേഴ്സണ് കഴുത്തിൽ തൂങ്ങുന്ന ആൾക്കാരെ ഇഷ്ടമല്ല. ഈ പേഴ്സണ് എല്ലാവർക്കും ഒരു എയിം വേണം ജീവിതത്തിൽ, മനസ്സിലാവണം. എല്ലാവരും അവരുടെ ലൈഫിൽ ബിസി ആയിരിക്കണം. അത് ഈ പേഴ്സൻ്റെ വൈഫായാലും ഹസ്ബൻഡായാലും മക്കളായാലും എല്ലാവരുടെ ടൈമിന് വില കൽപ്പിക്കുക. ഈ പേഴ്സൻ്റെ ടൈമിന് ഈ പേഴ്സണ് ഭയങ്കര വിലയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പേഴ്സൻ്റെ ലൈഫിലേക്ക് വരുന്ന ഓരോരുത്തർക്കും ഈ പേഴ്സൺ അവരുടെ വില കൊടുക്കണമെങ്കിൽ അവരുടെ ടൈമിന് വില കൊടുക്കണം. അവർക്കും ഒരു വില വേണം. ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ടവർ മൊമെൻ്റ്, ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിച്ച് വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം തകർന്നടിയുന്ന പോലെയാണ് ഈ പേഴ്സണ് തോന്നുന്നത്. ഇപ്പോൾ ഈ പേഴ്സൺ പിന്നൊരു കാര്യം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചില പെൺകുട്ടികൾ ചില ആൺകുട്ടികൾ ഉടനെ ബ്ലോക്ക് ചെയ്ത് സ്ഥലം വിടും. അതൊന്നും ഈ പേഴ്സണ് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയ്ത് സ്ഥലം വിടുന്ന ആളുകൾ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മൾ വിട്ടിട്ട് പോകുന്ന ആൾക്കാരാണ് എന്നൊരു ചിന്ത, ഒരു പേടി ഈ പേഴ്സൻ്റെ മനസ്സിൽ വരും. അങ്ങനെ ഒരു പേടി ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അബാൻഡൻ ചെയ്യുന്ന ആളാണെന്നൊരു ചിന്ത ഈ പേഴ്സൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളെക്കുറിച്ച് ഭയങ്കര പണം നന്നായിട്ട് ഉണ്ടാക്കാൻ അറിവുള്ള ആളാണ്, വർക്കഹോളിക്കാണ്, ഇങ്ങനെ കരിയർ ഓറിയൻറ്റഡ് ആണെന്നൊക്കെയാണ് പേഴ്സൺ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ പേഴ്സണൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഉണ്ടാക്കുന്ന പണം ചെലവഴിച്ച് ജീവിക്കാനാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ ഈ പേഴ്സണൽ ലൈഫിലേക്ക് വന്നാൽ ഉടനെ നിങ്ങൾ ഇപ്പോൾ ജോലിയുള്ള ആളാണെങ്കിൽ ജോലി രാജിവെച്ച് ഈ പേഴ്സൻ്റെ പൈസ കൊണ്ട് അടിച്ചു പൊളിക്കാൻ പ്ലാൻ ഉണ്ടോ? ഇതൊക്കെ ഈ പേഴ്സൻ്റെ മനസ്സിൽ സംശയങ്ങളാണ്. അപ്പോൾ ഒരു ടവർ മൊമെൻറ്റ് വരുമോ എന്നൊക്കെ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചൊരു സംശയം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ മാറി നിൽക്കുന്നത്. ഈ പേഴ്സൻ്റെ ഉദ്ദേശം നല്ലതാണ്, ഇവിടെ തന്നെ നല്ല ഉദ്ദേശമാണ്. അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അല്ലേ? അയാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, സ്ത്രീക്ക് നമ്മളിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇത്ര ഗഹനമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, കോട്ടയെന്ന് ഒരിക്കണം, അല്ലേ? പക്ഷെ നമ്മൾ ആ പേഴ്സൺ ഗഹനമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ പേഴ്സൺ നമ്മളെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്നാണ് അർത്ഥം. ഡിസിഷൻ എടുക്കാനാണ്, ഡിഫിക്കൽട്ട് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അതിന് ഈ പേഴ്സണ് സമയം വേണം, മനസ്സിലായോ? പെട്ടെന്ന് ചാടിക്കയറി ഡിസിഷൻ എടുക്കുന്നില്ല. ഈ പേഴ്സണ് നല്ല ഉദ്ദേശമാണ്, പക്ഷേ നിങ്ങളായിട്ടത് നശിപ്പിക്കരുത്. നല്ലൊരു ഭർത്താവോ ഭാര്യ ആയിരിക്കും ഇത്, കേട്ടോ? അപ്പോൾ ഈ പേഴ്സൺ ഒരു ഹാർഡ് ഡിസിഷനാണ് എടുക്കാൻ പോകുന്നത്. അത് ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. റീകൺസിലിയേഷൻ അല്ല, ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളെ റെസിസ്റ്റ് ചെയ്യാണ്. കാരണം നിങ്ങൾ ഈ പേഴ്സണെ തലയിൽ കയറിയിരിക്കാൻ നോക്കുന്നുണ്ട്. അത് ഈ പേഴ്സണ് ഇഷ്ടമല്ല, മനസ്സിലായി? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പെണ്ണായാലും ആണായാലും വളരെ സ്ട്രോങ് ആയ ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ. റെസ്പെക്റ്റ് ചെയ്യുക, അവർ ആഗ്രഹിക്കുന്ന സ്പേസ് കൊടുക്കുക. പിന്നെ അവരുടെ കഴുത്തിൽ തൂങ്ങാനും അവരെ ക്ലിങ്ങി ആയിട്ട് ഇരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഹോബി, നിങ്ങളുടേതായ ലൈഫ്, മനസ്സിലായോ? അത് കണ്ടുപിടിക്കുക. ഈ പേഴ്സൺ ഏത് നേരവും നിങ്ങളുടെ കൂടെ പറ്റിക്കൂടി ഇരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ അകന്നിരിക്കുന്നത് നിങ്ങളോട്. അപ്പോൾ സ്വഭാവത്തിന് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുക. എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ട്. എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ ഈ പേഴ്സൺ ജോലി ചെയ്യുന്ന ആളാണ്. അതിനിടയ്ക്ക് ആവശ്യമുള്ള ലവ് മെസ്സേജസ് അയക്കുക, ഐ ലവ് യു അയക്കുമ്പോൾ ആ പേഴ്സൺ ആദ്യമൊക്കെ അയക്കുമായിരിക്കും, പിന്നെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം മനസ്സിലാക്കി റിലേഷൻഷിപ്പിലേക്ക് പോകും. അതുകൊണ്ടാണ് നിങ്ങളൊരു വഴിത്തിരിവിലാണെന്ന് പറഞ്ഞത്, കേട്ടോ? അപ്പോൾ സൂക്ഷിച്ചും കണ്ടും പെരുമാറും ഈ പേഴ്സണോട്. നല്ലൊരു ഫ്യൂച്ചർ ഹസ്ബൻഡോ വൈഫോ ആണിത്. അപ്പോൾ സൂക്ഷിച്ച് പെരുമാറിയതിനോട്. നിങ്ങൾക്ക് പറ്റില്ല, ക്ഷമയില്ല എന്നാണെങ്കിൽ ഈ പേഴ്സൺ സമയമെടുക്കും. ക്ഷമയില്ല എന്നാണെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, വെയിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ സമയവും പ്രഷ്യസ് ആണ്. Aquarius, Gemini, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Scorpio, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio,
Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Sagittarius, Aquarius, Libra, Gemini, Aries, Leo, Sagittarius. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതോടെ റീഡിംഗ് നിർത്തുകയാണ്. ഇനി വേറെ റീഡിങ്ങുമായി വീണ്ടും കാണാം. ബൈ ബൈ.